കുറച്ച് കപ്പയും നല്ല എരിവുള്ള മാങ്ങ ചമ്മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ രണ്ടാളും കൂടെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കണ മീൻ വാങ്ങി മുറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ കാണുന്ന ഷോപ്പിൽ നിന്ന് രാവിലേക്കുള്ള കപ്പയും പിന്നെ കോഴിമുട്ടയും പിന്നെ പച്ചമുളക് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി അവിടെ വെച്ചത് അങ്ങോട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യണേ. നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കറിവേപ്പില എടുക്കാം. ചേച്ചി നമുക്ക് പൂർണ്ണ സമ്മതം തന്ന എപ്പോൾ വേണമെങ്കിലും കറിവേപ്പില. നമ്മൾ കപ്പ സെറ്റ് ആക്കുകയാണേ. കപ്പയോട് എന്താ ഉണ്ടാക്കുന്നത്? കപ്പ പുഴുങ്ങ. നമ്മളെ കപ്പ ഫുള്ള് തോലറിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് കുക്കറിലിട്ട് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. കാരണം അധികം വിസിലായാൽ അലിഞ്ഞ് നമ്മൾ കപ്പ ഫുള്ള് വെട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പും വെള്ളം ഒഴിച്ച് കപ്പൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ അതാ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, നമ്മളെ മീൻ കറിക്കുള്ള സാധനങ്ങൾ ഇതാക്കണ 4 മീനാണ് വാങ്ങിയത്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി, പച്ചമുളക് ഇടട്ടെ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് വേവിക്കാൻ വെക്കാം. നമ്മൾ മീനൊക്കെ വൃത്തിക്ക് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കേക്കുള്ള ചോറും ഇപ്പം തന്നെ വെച്ച് വെക്കട്ടോ. 1 ഗ്ലാസ് അരി. മീൻകറിക്ക് വേണ്ടിയിട്ട് പൊടികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കാശ്മീരി ചില്ലിടാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തിളച്ച് വരുന്നവരെ നമ്മളെ മീൻകറിക്കുള്ള നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. 4 മീനാണ് ഉള്ളത്. മീൻകറി ആകുമ്പോഴേക്കും നമുക്ക് മുളക് പൊടി കേട്ടോ, നല്ല മാങ്ങ വെച്ച് നമ്മൾ ചമ്മന്തി പൊടിക്കാനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചമ്മന്തി പൊടിച്ചെടുക്കാം. നമ്മൾ കപ്പ ഇതാക്കണ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെള്ളം ഊറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കപ്പ ഇതാക്കണ വെള്ളമൊക്കെ പോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് വറവിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കപ്പ ഇതിലേക്ക് തട്ടാം. അപ്പം നമ്മൾ കപ്പയും മീനും ചോറും മാങ്ങാ ചമ്മന്തിയും സെറ്റ്. അപ്പം എന്നാൽ കഴിച്ചു നോക്കാം. നമുക്ക് ചോറിടെ ഇതിലേക്ക് കപ്പ, നമ്മളെ മീൻ കറി, ചമ്മന്തി കഴിച്ചു നോക്കട്ടെ. അടിപൊളി, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്.